MS-ൻ്റെ കുറിപ്പുകളിലേക്ക് സ്വാഗതം. വീണ്ടും വയനാട് എന്നാണ് ഈ കുറിപ്പിന് ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ വയനാട് സന്ദർശിച്ചു. 2005 ഞാൻ വയനാട്ടിൽ ഒരു വർഷം ജോലി നോക്കിയതാണ്. 2006 ആണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മരണം സംഭവിക്കുന്നത്. പിന്നെ ഏറെ താമസിയാതെ എൻ്റെ കിഡ്നിയിൽ ഒരു രോഗം വന്നു. അങ്ങനെയാണ് ഞാൻ വയനാട് വിട്ട് പോയത്. ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അവിടെ നടന്നു. സന്തോഷവും ദുഃഖവും ഒരുപോലെ പ്രതിപദിക്കുന്ന കാര്യങ്ങൾ. ദുഃഖകരമായ കാര്യങ്ങളിൽ ഏറ്റവും വലുത് ചൂരൽമല മുണ്ടക്കൈ മണ്ണിടിക്കലും ആൾനാശവും ആണ്. 2024 ജൂലൈ മാസം 30 രാത്രി ഏകദേശം 2 മണിക്കും 4 മണിക്കും ആണ് പുത്തുമലയ്ക്ക് സമീപമുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ സമീപത്തുള്ള മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ആ മലവെള്ളപ്പാച്ചിലിൽ ആ പ്രദേശത്തിലെ വീടുകളും കെട്ടിടങ്ങളും വൻതോതിൽ ഒലിച്ചുപോയി. സ്വന്തം വീട്ടിൽ അരപ്പട്ടിണി ആണെങ്കിലും എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞവർ നാളത്തെ പുലരി സ്വപ്നം കണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാറോണ് ചേർത്ത് ശാന്തമായി സമാധാനത്തോടെ ഉറങ്ങിക്കിടന്നവർ. അവരെയാണ് വിധി തകർത്തെറിഞ്ഞത്. പുത്തുമലയിൽ നിന്നും വന്ന മലവെള്ളപ്പാച്ചിലിൽ മണ്ണും വെള്ളവും വലിയ കല്ലുകളും മരങ്ങളും ആ ഗ്രാമത്തിൻ്റെ മുകളിലേക്ക് പതിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ ആ ഗ്രാമം, അവിടുത്തെ മനുഷ്യരും സകല ജീവജാലങ്ങളും ഞൊടിയിടയിൽ ഇല്ലാതായി. 296 മുതൽ 420 വരെ ആളുകൾ മരിച്ചതായാണ് സർക്കാരിൻ്റെ കണക്ക്. അതിൽ 231 ബോഡികൾ കണ്ടെത്തി. 212 ശരീരഭാഗങ്ങളും കണ്ടെത്തി എന്നാണ് കണക്ക്. 118 പേരെ ഇനിയും കണ്ടെത്താൻ ആയിട്ടില്ല. അവരെയും മരിച്ചവരുടെ കൂട്ടത്തിൽ ആണ് ഉൾപ്പെടുത്തിയത്. 170-ലധികം വീടുകൾ പൂർണ്ണമായും നശിച്ചു. 200-ലധികം വീടുകൾ ഭാഗികമായി നശിച്ചു. ചൂരൽമലയിലെ സ്കൂള്, കടകൾ എന്നിവർക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ജീവിച്ചിരിക്കുന്നവർക്ക് ആകെ ആശ്രയം സർക്കാരാണ്. അവരത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. വീടില്ലാത്തവർക്ക് സർക്കാർ ചെലവിൽ വാടക വീട്, ഉപജീവനം നഷ്ടപ്പെട്ടവർക്ക് അലവൻസ്, ഭക്ഷ്യ കൂപ്പൺ, രോഗം വന്നാൽ ചികിത്സ, എല്ലാം സർക്കാരിൻ്റെ ചെലവിൽ. അതിജീവിതരെ പുനരധിവാസത്തിനായി സർക്കാർ വിപുലമായ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് പരിപാടി. സർക്കാരും അതിനോടൊപ്പം പല സംഘടനകളും ഒപ്പം കൂടി. കൽപ്പറ്റയിലെ ഏസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരു മാതൃകാ ടൗൺഷിപ്പ് ഉയരുകയാണ്. 410 വീടുകൾ, എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ്. അത് കാണാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സന്ദർശകർ എത്തുന്നു. ഞങ്ങൾ പോയി അത് കാണാൻ. ഏപ്രിൽ 30 രാത്രി 10 മണിക്ക് ഞങ്ങൾ ഒരു AC വീഡിയോ കോച്ചിൽ പുറപ്പെട്ടു. മേദലയിൽ നിന്നും ഒരു ദമ്പതികൾ, പുതിയടത്ത് നിന്നും ഒരാൾ, അങ്കമാലിയിൽ നിന്നും 3 പേർ അടങ്ങുന്ന ഒരു കുടുംബം. ഇവരൊഴിച്ചാൽ ബാക്കി 43 പേരും വട്ടത്തറ, അമ്പലനറ, തുറവുങ്കര നിവാസികൾ ആണ്. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ വയനാട് എത്തി. കുളിയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ ടൗൺഷിപ്പ് കാണാനായിട്ട് പോയി. കൽപ്പറ്റയ്ക്ക് പോകുന്ന വഴിയിൽ ടൗൺഷിപ്പ് കാണാം, പക്ഷെ അകത്ത് കയറി കാണാമല്ലോ. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തകൃതിയായി അവസാനവട്ട വർക്കുകൾ നടക്കുകയാണ്. ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വീട് തുറന്ന് കാണാനുള്ള അനുവാദം കിട്ടുന്നത്. ഞങ്ങൾ 3 പേർ ആരും അറിയാതെ അകത്ത് കയറി. പിന്നെയാണ് ആ ദുരന്തം നടന്ന ചൂരൽമല മുണ്ടക്കൈ പ്രദേശം കാണാൻ പോയത്.
വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ മരിച്ചവരുടെ ചിത്രങ്ങൾ സന്ദർശകർക്ക് കാണാൻ വേണ്ടി വച്ചിട്ടുണ്ട്. അവിടെ തന്നെ ദുരന്തം കേടുപാട് വരുത്തിയ കെട്ടിടങ്ങൾ കാണാം. അതോടെ ഞങ്ങളുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴാൻ തുടങ്ങുന്നു. പിന്നെ ആ ബെയിലി പാലം കടന്ന് എത്തുന്നത് ആ ദുരന്ത ഭൂമിയിലേക്കാണ്. ജീവിതം ആർത്ത് പുൽകിയ ഗ്രാമം. കുട്ടികളുടെ ചിരിയും കരച്ചിലും കൊണ്ട്, മുതിർന്നവരുടെ കാര്യവിചാരത്തോടെയുള്ള സംഭാഷണം കൊണ്ട്, സ്ത്രീകളുടെ അടക്കം പറിച്ചിലും കൊണ്ട് മുഖരിതമായ ആ ഗ്രാമം. ഇന്ന് അവിടെ ഒന്നുമില്ല. ഗ്രാമം തന്നെ ഇല്ലാതാക്കിയ ഗർവോടെ ഉള്ള പാറകൾ മാത്രം. അതിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ദൂരെ പുത്തൂർ സ്കൂളും വെള്ളപ്പാച്ചിലിൽ പേടുപാട് പറ്റിയ വീടുകളും കാണാം. ഒരു അമ്പലത്തിൻ്റെ ഭണ്ഡാരവും കാണാം. ആ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കേണ്ട ദൈവം മലവെള്ളപ്പാച്ചിലിൽ എവിടെയോ പോയി മറഞ്ഞു. പിന്നെയാണ് ഞങ്ങൾ മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലം കാണാൻ പോയത്. മേപ്പാടി പഞ്ചായത്ത് പുത്തമലയിലാണ് ഹൃദയഭൂമി എന്ന് പേരിട്ടിരിക്കുന്ന ആ ശ്മശാനം. 264 പേരെ അടക്കം ചെയ്തിരിക്കുന്നത്. ഹാരിഷൻ മലയാളം പ്ലാന്റേഷൻ നൽകിയ 65 സെൻറ്റ് സ്ഥലമാണ് ഇതിൽ ഉപയോഗിച്ചത്. തിരിച്ചറിയുന്നവരും ഇല്ലാത്തവരുമായ 264 പേർ ഇവിടെ ഉറങ്ങുന്നു. ഞാൻ സമീപത്ത് കാണുന്ന കാട്ടുചെടികളുടെ കുറച്ച് പൂക്കൾ പറിച്ചുകൊണ്ടുപോയി. ഒരുപാട് കുഴിമാടങ്ങളുണ്ട്. ചിലതിൽ പേരുണ്ട്, ചിലതിൽ നമ്പർ മാത്രം. തിരിച്ചവരുടെ പേരുകളാണ് കാണുന്നത്, അല്ലാത്തവരുടെ നമ്പർ. അവിടെയാണ് ഞാൻ വലിയൊരു കാഴ്ച കാണുന്നത്. സഹോദരന്മാരായ 3 കുട്ടികളെ ഒന്നിച്ച് ഒരു കുഴിമാടത്തിൽ അടക്കം ചെയ്തിരിക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ ചെയ്തതുപോലെ മരണശയ്യയിലും ഒന്നിച്ചു കിടക്കുന്നു ആ സഹോദരന്മാർ. കുഴിമാടത്തിൻ്റെ മുകളിൽ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ആൺകുട്ടികളുടെ ടോയ്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് ടോയ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ സൈഡിൽ ആ പൂക്കൾ വെച്ചു. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ തരാൻ എന്ന് ഞാൻ തുടങ്ങി. പക്ഷേ മക്കളെ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറയാൻ എൻ്റെ ശബ്ദം ഇടറി. കണ്ണുനീർ നിറഞ്ഞു. എൻ്റെ ശബ്ദം അവിടെ നിന്നു. എനിക്ക് പിന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ ആലോചിച്ചത് ഇതൊക്കെ നാടകമാണെന്ന് പറഞ്ഞ ആ പെണ്ണുമ്പിളയെക്കുറിച്ചാണ്. സ്റ്റുഡിയോയിലെ ലൈറ്റും AC-യും കോട്ടും ഒക്കെ കണ്ട് സ്വന്തം അപ്പനപ്പന്മാരെ കൂടി നാടകത്തിലെ നടീനടന്മാരായ കണ്ട അവരെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ആരുമില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.